സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നു മുതൽ ഞാൻ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ തന്നെ എൻ്റെ കഴിഞ്ഞ കാല ചികിത്സാ അനുഭവങ്ങളിലെ ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന അനുഭവ സാക്ഷ്യങ്ങളാണ് പങ്കുവയ്ക്കുക. തുടക്കം മുതൽ അവസാനം വരെ ഇത് കേൾക്കാതെ പോകരുത്. കാരണം അതിനകത്ത് ഭീകരമായ ക്യാൻസർ വന്ന ഒരു രോഗിയെക്കുറിച്ച് ഇന്ന് പറയുകയാണ്. അത് മാറിയ ആ ഹിസ്റ്ററിയും നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഇത് വെറുതെ പറയുകയല്ല, എൻ്റെ ചികിത്സാ കാലഘട്ടത്തിലുണ്ടായ അനുഭവങ്ങളാണ്. കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ചുണ്ടാകും, എല്ലാ സാറ്റർഡേ, എല്ലാ ശനിയാഴ്ചകളിലും. ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ അനുഭവ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ അവരുടെ മകനും മകൻ്റെ ഭാര്യയും മകളും മകളുടെ ഭർത്താവുമായി കാണിക്കാൻ വന്നു. കോഴിക്കോട് ജില്ലയിലൊരു സ്ഥലത്ത് ഞാൻ കൺസൾട്ടിങ്ങിൽ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ആ സ്ഥലത്തിൻ്റെ പേര് ചാത്തമംഗലം എന്ന് പറയും. അവിടെ ഞാൻ കൺസൾട്ടിങ്ങിന് ഇരിക്കുമ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് ഈ ഒരു സ്ത്രീയെ കാണിക്കാൻ വന്നു. ആ സ്ത്രീ അന്ന് വയസ്സ് 52. അവരുടെ പ്രശ്നം ദേഹമാകെ ചൊറിച്ചിൽ, അവിടെ കറുത്ത പാടുകൾ, അതിനാണ് കാണിക്കാൻ വന്നത്. ഇപ്പം ഞാൻ ഇത്തിരി കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവരുടെ കയ്യിലെ പൾസ് പിടിച്ച് നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, വല്ല സർജറി ചെയ്തിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത്? ഉണ്ട്. അവരുടെ ഗർഭപാത്രം എടുത്തു കളഞ്ഞതാണ്. ഗർഭപാത്രത്തിൽ കുറേ ഫൈബ്രോയിഡ്സുകൾ ഉണ്ടായിരുന്നു, കുറേ മുഴകൾ. അത് കുറച്ച് വലുതായി, ഓവർ ബ്ലീഡിംഗ് ആയി, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഗർഭപാത്രം എടുത്തു കളയണമെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റ് പറയുകയും ആ വലിയൊരു ഹോസ്പിറ്റലിൽ വെച്ച യൂട്രസ് റിമൂവ് ചെയ്യുകയും ചെയ്തു. എന്നാലും അത് ബയോപ്സിക്ക് അയച്ചു. ഡോക്ടർക്ക് ചില സംശയങ്ങൾ തോന്നി. ബയോപ്സി കഴിഞ്ഞ് വന്നപ്പോൾ അക്യൂട്ട് ക്രോണിക് ക്യാൻസർ ആണ് എന്ന് കണ്ടെത്തി. മാത്രവുമല്ല, ഈ ഗർഭപാത്രത്തിന് ചുറ്റുവട്ടത്ത് അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി ഒരേ വഴി റേഡിയേഷനാണ്. അങ്ങനെ അവരെ ഡോക്ടർ തിരുവനന്തപുരം RCCയിലേക്ക് കത്ത് കൊടുത്തയച്ചു. അവിടുത്തെ പ്രധാനപ്പെട്ട ഓങ്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊരു 21 റേഡിയേഷൻ വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ആഴ്ചയിൽ 1 വെച്ച് നമുക്ക് ചെയ്യാം, 21 ആഴ്ച ചെയ്യണം. അങ്ങനെ ഡേറ്റ് തീരുമാനിച്ചവർ പോന്നു. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം മക്കളോട് പറഞ്ഞു, ഞാൻ എന്തായിരുന്നാലും ഈ റേഡിയേഷന് തയ്യാറല്ല. കാരണം ഇപ്പോഴത്തെ പോലെയല്ല, അന്നത്തെ കാലത്തെ റേഡിയേഷൻ നല്ല കരി പോലെ കരിഞ്ഞു വരും, കറുപ്പ് കളറിലേക്ക് വരും. ഇവർ പലരുടെയും റേഡിയേഷൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരിച്ചാലും വേണ്ടിയില്ല, ഇത്രയും കാലം ജീവിച്ചു, മക്കളും മക്കളുടെ മക്കളൊക്കെ ആയി, ഇനി എനിക്ക് ഒരു റേഡിയേഷൻ പറ്റില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയി. അപ്പോൾ മക്കൾക്കൊക്കെ പേടിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ദേഹാസകലം ചൊറിച്ചിൽ വന്നത്. ഈ ചൊറിച്ചിൽ കാണിക്കാൻ വേണ്ടി ആണ് എൻ്റെ അടുക്കൽ വന്നത്. അങ്ങനെ ഞാൻ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുത്തിയില്ല. എന്താ, ഡോക്ടർ റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞാൽ ചെയ്യണം, നമുക്ക് അങ്ങനെ ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണല്ലോ, ചെയ്തേ പറ്റൂ എന്നൊക്കെ ഞാൻ അവരെ നിർബന്ധിച്ചു. അപ്പോൾ അവർ പലരെയും ഈ റേഡിയേഷൻ ചെയ്ത ആളുകളുടെ അനുഭവം പങ്കുവയ്ക്കുകയും അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ട് റേഡിയേഷൻ ഇല്ല എന്ന് ശക്തമായി പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുത്താതെ അവരെ വിധേയപൂർവ്വം വിനയപൂർവ്വം പ്രോത്സാഹിപ്പിച്ചു. എന്തായാലും അവർ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ചൊറിക്കുള്ള
അത് കാണിക്കാൻ വന്നതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു പുസ്തകത്തിലാണ് പ്രിസ്ക്രിപ്ഷൻ, ആ ഒരു കുഞ്ഞു ബുക്കിൽ ഞാൻ എഴുതി കൊടുത്തു, നല്ല ഗോതമ്പ് മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്ന, പാലൊഴിച്ച് ഉറക്കാൻ വെക്കുന്ന ആ ഡിഷ് മതി, അതിൽ നിറയെ മണ്ണ് നിറയ്ക്കുക, ഒരു പുട്ടിൻ്റെ നനവിൻ്റെ പാകത്തിൽ ആ മണ്ണ് നനയ്ക്കുക. അതിനുശേഷം തലേ ദിവസം തന്നെ ഒരു 1.5 ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് വെള്ളത്തിലിടുക. റേഷൻ കടയിലൊക്കെ ഇഷ്ടം പോലെ ഗോതമ്പ് കിട്ടുമല്ലോ. ആ ഗോതമ്പ് പിറ്റേന്നാൾ രാവിലെ ഈ മണ്ണിൻ്റെ മുകളിലേക്ക് വിതയ്ക്കുക. ഒന്നേലൊന്ന് തൊട്ട് കിടക്കണം, ഒന്നിൻ്റെ മുകളിലൊന്നും കയറാതെ, മണ്ണ് തീരെയും കാണാതെ ഗോതമ്പിനാൽ നിറയ്ക്കണം. അതിൻ്റെ മുകളിൽ മണ്ണൊന്നും ഇടണ്ട. അങ്ങനെ വെച്ച് 6 മുതൽ 7 ആകുമ്പോഴത്തേക്ക് ഇത് സൂചി മുന പാകത്തിൽ മുളച്ചു വന്നു. അപ്പോൾ അതിൻ്റെ ചോടെ മണ്ണിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അത് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 10-15 പുല്ലെടുത്ത് നിങ്ങൾ ദിവസവും കൈകൊണ്ട് മുറിച്ച് ഒന്ന് കഴുകിയിട്ട് കൈകൊണ്ട് മുറിച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ജ്യൂസ് അടിച്ച് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ താല്പര്യപൂർവ്വം കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ താന്നിയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാനും പറഞ്ഞു. താന്നി കിട്ടുമെന്ന് പറഞ്ഞു, അവരുടെ പറമ്പിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ താന്നിയുടെ ഇലയിട്ട് കുളിക്കുമ്പോൾ ഈ ചൊറിച്ചിൽ മാറുമെന്നും ഈ ക്യാൻസറിൻ്റെ ആ കാഠിന്യത്തെ കുറച്ച് കളയാൻ ഗോതമ്പിൻ്റെ മുളച്ചു വരുന്ന പുല്ലിന് കഴിയും എന്ന നല്ല ചിന്തകളും കൊടുത്ത് ഞാൻ അവരെ പറഞ്ഞയച്ചു. ഒരു വീട്ടിൽ ചെന്നപാട് തന്നെ അന്ന് തന്നെ വൈകിട്ട് ഈ ഗോതമ്പ് വാങ്ങിക്കൊണ്ടുവന്ന് ഗോതമ്പ് ട്രേയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ തലേന്ന് വെള്ളത്തിലിട്ട് അധികാലത്തെ വിതച്ചു. അങ്ങനെ മുളച്ചു തുടങ്ങി. ഈ ഗോതമ്പ് മുളച്ചു തുടങ്ങുമ്പോൾ അത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, വീടിനകത്ത് മാത്രമേ 2-3 ദിവസമേ വീടിനകത്ത് വെക്കാവുള്ളൂ, ബാക്കി ദിവസം പുറത്ത് വെയിൽ കൊള്ളണം, അല്ലെങ്കിൽ മഞ്ഞ കളറാവും. വെയിലും കൂടെ കൊണ്ടാലാണ് ഇത് പച്ച കളറാവുക. അപ്പോൾ അവർ വേഗം ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു. ഒരു ട്രയൽ തൽക്കാലം ഒരു പരീക്ഷണാർത്ഥം ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞ ദിവസം 7-8 ദിവസം കൊണ്ട് നല്ല മുളയായി പൊങ്ങി ഒരു 1.5 വിരൽ നീളത്തിൽ പൊന്തി. ഈ ഗോതമ്പ് അഴുകുന്ന പുല്ലാണ് അത് നല്ലത്. അത് കഴിഞ്ഞ് പിന്നെ വിരിയുമ്പോൾ അതിൻ്റെ വേര് പോയി വളമെടുത്താണ് വിരിയുന്നത്, പിന്നെ കൊള്ളില്ല. അഴുകുന്ന പുല്ല് തന്നെ വേണം, അഴുകി മുളച്ചു പൊന്തുന്ന പുല്ല് തന്നെയാണ് ആവശ്യമെന്നെല്ലാം ഞാൻ അവരോട് പറഞ്ഞ പ്രകാരം അവർ ചെയ്തു. അങ്ങനെ അവർ ഓരോ ഗ്ലാസ് ജ്യൂസ് അടിച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ 3 മാസം അവർ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ജ്യൂസ് അടിച്ച് കഴിക്കാൻ തുടങ്ങി. ഇത് കട്ട് ചെയ്യുമ്പോൾ ഓർക്കണം, ഈ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ മണ്ണ്, അതിനകത്തുള്ള മണ്ണെടുത്ത് കൊട്ടിക്കളഞ്ഞ് പുതിയ മണ്ണ് നിറച്ച് പുതിയ വിത്തിടണം. അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും മുളയ്ക്കും, ഇഷ്ടം പോലെ മുളച്ചു പൊന്തും, അത് കാര്യമില്ല, കൊള്ളില്ല. അപ്പം അതുകൊണ്ട് അതെല്ലാം പറഞ്ഞ പോലെ അവർ ചെയ്തു, അവർ കഴിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ മക്കൾ പേടിച്ചിട്ട് വലിയ പ്രയാസത്തോടു കൂടി അവർ തിരുവനന്തപുരം ഒന്നുകൂടെ കൊണ്ട് കാണിച്ചു. ഇപ്പോൾ ഡോക്ടർ എല്ലാ പരിശോധനകളും കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു 10-30% അധികം കുറവ് വന്നിട്ടുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് റേഡിയേഷൻ വേണമെങ്കിൽ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം ചോദിച്ചു, നിങ്ങൾ വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ കണ്ടപ്പം ഗോതമ്പിൻ്റെ പുല്ല് മുളപ്പിച്ച് കഴിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് അവരത് കഴിക്കുന്നുണ്ട്, ദിവസം രാവിലെയും 1 ഗ്ലാസ് വൈകിട്ടും 1 ഗ്ലാസ് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടറോട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എങ്കിലും ദോഷങ്ങളില്ലല്ലോ, മറ്റ് കൃത്രിമങ്ങളൊന്നും ചേരുന്നില്ല, മറ്റ് കെമിക്കലുകളൊന്നും ചേരുന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. ഇങ്ങനെ അവർ പോന്നു. ദിവസവും അവർ 2 ഗ്ലാസ് കഴിക്കാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുക്കൽ വീണ്ടും കാണിക്കാൻ പോയി. മക്കൾക്ക് ഭയങ്കര പേടി, കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി പോവോ എന്നൊരു പേടി. അതേ തിരുവനന്തപുരത്ത് ഓങ്കോളജിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും പരിശോധനകളെല്ലാം നടത്തിയപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നു തുടങ്ങി. അപ്പോൾ ആ ഗോതമ്പിൻ്റെ പുല്ല് കഴിക്കുന്ന കാര്യം ഇവർ വീണ്ടും ഉറപ്പിച്ചു, കഴിച്ചോളൂ, നല്ലതായിരിക്കും, അത് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ കൊടുത്ത ഗുളികയും ഡോക്ടർ കൊടുത്ത ചില മരുന്നുകൾ പുരട്ടാൻ ഒക്കെ കൊടുത്ത് ചൊറിച്ചിൽ ആദ്യത്തെ 2 ദിവസം കൊണ്ട് തന്നെ ആ താന്നിയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചപ്പോൾ ആ ചൊറിച്ചിലങ്ങ് മാറി. അങ്ങനെ ഡോക്ടർ കൊടുത്ത മരുന്നും കഴിച്ചു. ഈ ഗോതമ്പിൻ്റെ പുല്ല് വിളപ്പിച്ച് ജ്യൂസ് അടിച്ച് കഴിക്കാൻ നല്ല ഗ്രീൻ വാട്ടർ ആയിരിക്കും, മധുരമൊന്നും ഇടണ്ട, പഞ്ചസാര വേണമെങ്കിൽ ഇടണമെന്നുണ്ടെങ്കിൽ കൽക്കണ്ടേ ചേർക്കാവുള്ളൂ, പഞ്ചസാര ഇടരുത്. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, അതുപോലെ തന്നെ അവർ ചെയ്തു.
അവർ 4-5 ട്രയൽ വിതക്കാൻ തുടങ്ങി. അങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഓരോ ഗ്ലാസ് പതിവായിട്ട് ഇവർ കഴിച്ചു തുടങ്ങി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം RCC ചെന്ന് A to Z എല്ലാ ടെസ്റ്റുകളും ചെയ്തു. ബ്ലഡ് ടെസ്റ്റുകൾ, CT സ്കാന് എല്ലാം ചെയ്തു. ക്യാൻസർ അവരുടെ ശരീരത്ത് ലവലേശമില്ല എന്ന ഒരു വലിയ സന്തോഷ വാർത്ത അവരെ അറിയിച്ചു. അപ്പോൾ ഡോക്ടറോട് ഈ ഗോതമ്പ് മുളപ്പിച്ച കുഞ്ഞിൻ്റെ കാര്യം അപ്പോഴും പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, തീർച്ചയായിട്ടും അത് നല്ല ഒരു ഔഷധമായി എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇനി എന്നെ കാണിക്കാൻ വരുന്ന ക്യാൻസർക്കാരോട് ഞാനിത് പറയും എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അവർ മടങ്ങിപ്പോന്നു. ഞാൻ ഇത് മറന്നുപോയി. ഒരു ദിവസം മാത്രം അരമണിക്കൂർ എൻ്റെ അടുക്കൽ വന്ന് കണ്ട ഒരു സ്ത്രീയെ ഞാൻ മറന്നു. ഒരിക്കൽ വയനാട്ടിൽ ഞാൻ ഉള്ള ആയുർവേദ ആശുപത്രിയിൽ തലേന്നൊരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു. ആരാന്ന് മനസ്സിലായില്ല. ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അവരൊരു ബൊലേറോ നിറച്ച് പേഷ്യൻറ്റുമായിട്ട് കുറേ ആൾക്കാരെ കാണിക്കാനായിട്ടും കൂടെ ആയിട്ട് ഇവിടെ വന്നു. അപ്പോൾ അവർക്ക് വയസ്സ് 82, 30 വർഷം പിന്നിട്ടു. 52-ാമത്തെ വയസ്സിലാണ് എന്നെ കാണിച്ചത്. 82-ാമത്തെ വയസ്സിലാണ് രണ്ടാമത് കാണിക്കാൻ വന്നത്. അങ്ങനെ അവർ വലിയ സന്തോഷത്തോടു കൂടി ആരോഗ്യവതിയായ ഒരു സ്ത്രീ കയറി കൺസൾട്ടിങ് റൂമിൻ്റെ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എന്നെ അറിയുമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അന്ന് എഴുതി കൊടുത്ത ഒരു ബുക്ക് കാണിച്ചു. ഇത് അന്ന് ഞാൻ ഗർഭപാത്രത്തിൽ ക്യാൻസറായിട്ട് കാണാൻ വന്ന കാര്യവും ചൊറിച്ചിലായിട്ട് വന്ന കാര്യവും തണ്ണീലിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ പറഞ്ഞ കാര്യവും അത് കുളിച്ചിട്ട് നല്ല വ്യത്യാസം ഉണ്ടായി. ചൊറിച്ചിൽ 2 ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് മാറിപ്പോയി. പിന്നെ അന്ന് മുതൽ ഞാൻ ഈ ഗോതമ്പിൻ്റെ പുല്ല് ജ്യൂസ് അടിച്ച് കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ ദിവസവും 3 ഗ്ലാസ് കഴിക്കുന്നുണ്ട്. ഒരു 6 മാസത്തിലും 3 മാസത്തിലും 1 വർഷം കഴിഞ്ഞപ്പോഴും ഒക്കെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി റേഡിയേഷൻ വേണ്ട, ക്യാൻസർ അവർക്ക് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് കൊടുക്കാൻ കാരണം ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളെ പ്രദാനം ചെയ്യുന്നതാണ് ഈ ഗോതമ്പിൻ്റെ ഇളം പുല്ല്, വീറ്റ് ഗ്രാസ്. അത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് ക്യാൻസർ വരാത്തവർക്കും നല്ലതാ, ക്യാൻസർ ഇല്ലാത്തവർക്കും കഴിക്കാം. ക്യാൻസർ വരാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പം നമ്മളുടെ നിത്യജീവിതത്തിൽ നാം പല ഫാസ്റ്റ് ഫുഡുകളും ജീവിത ശൈലികൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നാം ദിവസവും ഇത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന ഒരു നല്ല ആശയം, നല്ല ചിന്ത ഈ അനുഭവ സാക്ഷ്യത്തോടെ സ്കൂൾ കുട്ടികളിലും പള്ളികളിലും അമ്പലങ്ങളിലും കുടുംബശ്രീകളിലും അയൽക്കൂട്ടങ്ങളിലുമുള്ള ക്ലാസ്സുകളിലൊക്കെ ഞാൻ അവതരിപ്പിച്ചു തുടങ്ങി. ഇങ്ങനെ ധാരാളം പേർ കഴിച്ചു തുടങ്ങി. അങ്ങനെ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, ഞാനടക്കം 10,000-ഓളം പേർ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ കുടുംബാംഗങ്ങൾ, പരിചയക്കാർ, സുഹൃത്തുക്കൾ എല്ലാവരും ഇത് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കേട്ട നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, ഈ ഗോതമ്പ് പുല്ല് എല്ലാ വീടുകളിലും ജ്യൂസാക്കി കഴിക്കാനായിട്ട് നമുക്ക് തയ്യാറാവണം. അത് വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ്. എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റുകളെ ധാരാളമായി പ്രദാനം ചെയ്യുവാനുള്ള ഒരു വലിയ കഴിവുള്ള നല്ല ഒരു ഔഷധ ചെടിയാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ നമ്മളിത് കഴിച്ച് ഓരോ ദിവസവും പിന്നിടുമ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉണ്ടാവുകയും ക്യാൻസറിൻ്റെ ഗ്രോത്തുകളെ കുറച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു അനുഭവ സാക്ഷ്യം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള പ്രധാന കാരണം, ഇന്ന് അത്രയധികം ക്യാൻസർ വളർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ധാരാളം ആളുകളിൽ ക്യാൻസർ ഉണ്ട്. അറിഞ്ഞോ അറിയാതെയോ, ചിലപ്പോൾ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ആരോഗ്യവാനും ആരോഗ്യവതികളുമായി നടക്കുമ്പോൾ പെട്ടെന്നൊരു തലവേദന, ജലദോഷം, പനി വിട്ടുമാറാതെ വന്നു, ഡോക്ടറെ കാണിച്ചു, മരുന്ന് മേടിച്ചു, പല ടെസ്റ്റുകൾ നടത്തി, ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു. ചിലപ്പോൾ ക്യാൻസറിൻ്റെ ആരംഭം കുറിച്ചിട്ടേ ഉള്ളൂ എന്നും, ചിലപ്പോൾ ക്യാൻസർ എല്ലാ ഭാഗവും കഴിഞ്ഞു ഏറ്റവും അടുത്ത നാളുകളിൽ നാം ഇവിടുന്ന് വിട പറയും എന്നുള്ള നല്ല പ്രയാസമേറിയ അറിവുമായിട്ടായിരിക്കും പലപ്പോഴും ഡോക്ടർമാരുടെ അടുക്കൽ നിന്ന് നമ്മൾ മടങ്ങിപ്പോരുന്നത്. അപ്പോൾ എന്നെ കേട്ട പ്രിയ സഹോദരി സഹോദരങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗോതമ്പിൻ്റെ
പുല്ല്, വീറ്റ് ഗ്രാസ് മുളപ്പിച്ച് ജ്യൂസ് അടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. പ്രത്യേകം ഓർക്കേണ്ടത്, കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും വെച്ച ഒത്തിരി മുളച്ചു വരും, അത് കൊള്ളൂല. നമ്മൾ ഈ ആദ്യത്തെ ആ പുല്ല് കട്ട് ചെയ്തത് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. ബാക്കി ഈ ട്രെയിൽ നിന്ന് കട്ട് ചെയ്ത് കൊട്ടിക്കളഞ്ഞതിന് ശേഷം പുതിയ മണ്ണിട്ട് പുതിയ വിത്ത് ഗോതമ്പിട്ട് മുളപ്പിച്ച് കൊണ്ടുവരണം. അപ്പോൾ 2-3 ട്രെയിലാക്കുവാണെങ്കിൽ നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. സ്ഥിരമായിട്ട് കഴിച്ചോണമെന്നില്ല. ചിലപ്പോൾ ഒരു 4-5 ആഴ്ച അടുപ്പിച്ച് കഴിച്ചു, അല്ലെങ്കിൽ ഒരാഴ്ച അടുപ്പിച്ച് കഴിച്ചു, 2 ആഴ്ച നിർത്തി, വീണ്ടും ഒരാഴ്ച, അങ്ങനെ കുഴപ്പമില്ല. അപ്പം അങ്ങനെ നമ്മൾ കഴിച്ചിട്ട്, നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ ടേസ്റ്റ് ഫുഡുകളൊക്കെ, അല്ലെങ്കിൽ ബേക്കറികളൊക്കെ, അല്ലെങ്കിൽ ചില കുടിവെള്ളങ്ങളൊക്കെ, അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന പൗഡർ വരെ ചിലപ്പോൾ നമുക്ക് വിനയായേക്കാം. നാം കവിളിലിടുന്ന, ചുണ്ടിലിടുന്ന ലിപ്സ്റ്റിക്ക്, മുഖ സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധ കൂട്ടുകൾ, കൃത്രിമമായ പൊടികൾ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ക്യാൻസറിലേക്ക് എത്തിച്ചേക്കാം. സ്കിന്നിലോ ശരീരത്തിനുള്ളിലോ അകത്തോ പുറത്തോ ഒക്കെ ആയിട്ടുണ്ടായേക്കാം. അതിനെ പരിഹരിക്കാനുള്ള ഒരു നല്ല ചിന്തയും നല്ല അറിവും ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഈ യഥാർത്ഥത്തിൽ നടന്ന അനുഭവ സാക്ഷ്യം നിങ്ങൾ അത് സ്വീകാര്യമാക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും ഞാൻ ഇതുപോലെ ഒരെണ്ണം ഓരോ അനുഭവ സാക്ഷ്യങ്ങളും അതിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന മരുന്നുമൊക്കെ ആയിട്ട് എല്ലാ ശനിയാഴ്ചകളിലും ഉണ്ടാകും. ഇത് കേൾക്കണം. അതോടൊപ്പം തന്നെ ഇതേ അനുഭവ സാക്ഷികളും ഗൃഹവൈദ്യത്തിൻ്റെ നല്ല അറിവുകളും അടങ്ങിയ ഗൃഹവൈദ്യ പാഠപുസ്തകം തയ്യാറായിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഒരെണ്ണം നിങ്ങൾ വാങ്ങിവെക്കണം. അത് സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കണം. വായിച്ചതിൻ്റെ നല്ല അറിവുകൾ സ്വായത്തമാക്കണം. അത് ജീവിതത്തിൽ പാലിക്കാനായിട്ട് ശ്രമിക്കണം. ഈ നന്മയുടെ കരുതൽ എന്ന് പറയുന്ന വൃക്കരോഗം വരാതിരിക്കാനുള്ളൊരു പുസ്തകവും ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകളിൽ നിന്ന് ഒരു പുസ്തകവും കൂടെ കൂടി ഒന്നിച്ചയക്കുമ്പോൾ കൊറിയർ ചാർജോ മറ്റ് സർവീസ് ചാർജോ ഒന്നുമില്ല. പോസ്റ്റ് ഓഫീസിൻ്റെ പാഴ്സലായിട്ട് അയച്ചാൽ നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുതരും. ഒരെണ്ണം വാങ്ങാൻ മറക്കരുത്. ഈ നല്ല ചിന്തകൾ നിങ്ങൾക്ക്, നല്ല അറിവുകൾ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയണം. നന്ദി, നമസ്കാരം.